ദിവസമായിട്ട് കാണുന്നേ ഇല്ല. എനിക്കൊരു സംശയം, വത്സലയുടെ മരണം അവന്റെ സമനില തെറ്റിച്ചിട്ടുണ്ടോന്ന്. അവൻ കാർ ഓടിക്കേണ്ട ആളല്ലേ, ഇനി അവനെ ഡ്രൈവറായിട്ട് വെക്കണ്ട. നമുക്ക് മറ്റെന്തെങ്കിലും പണി കൊടുക്കാം. സാർ, ബഷീർ വന്നിട്ടുണ്ട്. വരാൻ പറയും. താങ്ക് യു സാർ. ബഷീറെ, നിനക്ക് എന്ത് പറ്റി? മരണം ആർക്കും ഒഴിവാക്കാവുന്നതല്ല. ഒരാൾ മരിച്ചു എന്ന് കരുതി മറ്റുള്ളവരും ജീവിതം പാഴാക്കണോ? നീ ഇന്ന് വരെ ജോലി ചെയ്തതിന്റെ ശമ്പളം 10,000. 5,000 ഞാൻ നിനക്ക് പ്രത്യേകമായി തരുന്നു എന്റെ പേരിൽ. നീ എവിടെ പോയാലും മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണം. ഇതെന്താ സാർ? സാർ, ബഷീറിന് എന്ത് പറ്റി സാർ? അവനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പ്രശ്നമൊന്നുമല്ല, വട്ട. സാർ, ഈ ഒരു കാരണവശാലും അവനോട് സംസാരിക്കാനും പാടില്ല, അവനെ ഇവിടെ ഡ്രൈവറായിട്ട് നിർത്താനും പാടില്ല. ഇന്നിപ്പോ നോട്ടെറിഞ്ഞു, നാളെ കത്തിയെറിഞ്ഞ സാർ എന്ത് ചെയ്യും? സാർ, ഇതിവിടെ കിടന്നതാ, ഞാൻ എടുത്തോട്ടെ? താങ്ക് യു സാർ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ബാല, തന്റെ ഡ്രൈവറുടെ ഗുണവധികാരത്തെ പറ്റി. എനിക്കിപ്പോഴും ബലമായ സംശയം അവനാ ഇതിലെ പ്രതിയെന്ന. ഇന്നത്തെ കാലം അതാ ബാല, ആർക്ക് ഉപകാരം ചെയ്തോ അവരെ ആദ്യം തിരിച്ചടിക്കുക. ഞാൻ പറഞ്ഞില്ലേ ജെയിംസ്, അവന്റെ സമാധാനം തെറ്റിയിരിക്കുക. ഞാനൊന്നും ഉണ്ടായിരിക്കും. അവൻ എന്തോ കരുതി കൂട്ടി നടക്കുന്നവനാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ഇൻസ്പെക്ടർ ഹമീദ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. അവനെ വെറുതെ വിളിച്ചും ചോദ്യം ചെയ്യാൻ പറയാം, അപ്പൊ അറിയാലോ സത്യം. സത്യം പറയടാ, നീയും ആ പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ? നീ ആ പെണ്ണിനെ നശിപ്പിച്ചില്ലേ? ഇല്ല സാർ. ആ പെണ്ണിന്റെ മരണത്തിൽ നിനക്ക് പങ്കില്ലേടാ? ഇല്ല സാർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ. സാർ, ഞാനും നിങ്ങൾ നിസ്കരിക്കുന്ന അള്ളാഹുവിന്റെ പേരിലാണെങ്കിൽ ആ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്കെന്റെ കാശ് വേണം. ഞാൻ ജോലി ചെയ്ത കാശ് എനിക്ക് വേണം. ഞാൻ നിനക്ക് തന്ന കാശല്ലേ നീ എന്റെ മുഖത്തെറിഞ്ഞത്? അതന്ന്. ഇനിയറിയില്ല, എനിക്ക് കാശ് വേണം.
ബഷീർ, കൊച്ചമ്മ, ഞാൻ പോവാ. ഇത് മുഴുവൻ കാശാ, സാറ് തന്നതാ. ബഷീറിന് ഇവിടെ തന്നെ കൂടിയാ പോരെ? കാർ ഓടിക്കണ്ടെന്നല്ലേ ഉള്ളൂ. ബഷീറിന്റെ കഥകളെല്ലാം വായിച്ചപ്പോ ഞാൻ കരുതി ബഷീർ മനസ്സിന് നല്ല ഉറപ്പുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന്. അത് കഥയല്ലേ കൊച്ചമ്മ? കൊച്ചമ്മ, എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാനെന്തെങ്കിലും ചെയ്ത കൊച്ചമ്മയ്ക്ക് എന്നോട് വിഷമം തോന്നരുത്. എന്നെ മനസ്സോട് പ്രാഗം ചെയ്യരുത്. ഈ തടി മുഴുവൻ ഇവിടുത്തെ ചോറ. മരണം വരെ ഞാനത് ഓർക്കുകയും ചെയ്യും. റസീന, ഇന്നാണ് ആ ഡയോസ് കേസിന്റെ വിധി. എന്താവെന്നറിയില്ല. ഷീല ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്റെ അഭിപ്രായത്തിൽ ഷീലയുടെ പെർഫോമൻസ് സ്റ്റൈലായിരുന്നു. നമുക്ക് അനുകൂലമായ വിധി വരികയുള്ളൂ. എന്നെ ഓർമ്മയുണ്ടോ? എന്റെ പേര് ബഷീർ. ഞാൻ നിങ്ങളെ പണ്ട് പത്തനംതിട്ട TV കൊണ്ടുപോയിട്ടുണ്ട്. സത്യം മുഴുവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്റെ ജീവിതം കൊണ്ട് നേടിയതാണ് ഈ കാശ്. ഈ കാശ് മുഴുവൻ നിങ്ങൾ എടുത്തു. പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി വാദിക്കണം. എന്റെ വത്സലെ കൊന്നവൻ ഇന്നും സമൂഹത്തിൽ മാന്യനായി നടക്കുന്നുണ്ട്. അവനെ കോടതി ശിക്ഷിക്കുന്നവരെ ഞാൻ ഉറങ്ങില്ല. നിന്റെ ഈ കാശിന് വേണ്ടി ഞാൻ വാദിക്കില്ല. നിന്റെ ജീവിതം കൊണ്ട് നേടിയ കാശല്ലേ, അത് നീ എടുത്തോ. പക്ഷെ ഞാൻ വരാം. ഞാൻ വരണമെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് മാത്രമേ വരാൻ പറ്റൂ. അത് സാരമില്ല. നീ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷന് ഇൻഫർമേഷൻ കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. സ്വാമദ്രോഹികളെ, എന്റെ മോളെ വെറുതെ വിട്ടേക്കണേ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ. ചത്താലും അവക്കൊരു സ്വൈരം കൊടുക്കൂല്ലേ കാലമാടന്മാരെ. ഷീലെ, യുവർ ജഡ്ജ്മെന്റ് ഈസ് റൈറ്റ്. പോലീസ് സർജന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മരണത്തിനു മുമ്പ് ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതൊരു റേപ്പുമാകാം. ഞാൻ ഈ കേസിൽ പ്ലീഡ് ചെയ്യാൻ പോകുന്നത് അതൊരു റേപ്പാണെന്നാണ്. അതത്ര എളുപ്പമാണോ ഷീലെ? യെസ്. ദൈവം ഉണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ് റസീന. ഇല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടുമറന്ന ബഷീർ ഇപ്പൊ എന്നെ തേടി വരുമോ? എനിക്ക് കണക്ക് തീർക്കാനുള്ള ഒരു വേദി ഒരുക്കി തരുമോ?
ഹലോ, DSP ഇല്ലേ? ജസ്റ്റ് എ മിനിറ്റ്. മിസ് ബാലഗോപാലൻ വിളിക്കുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ഓഹോ, എത്ര തവണ അങ്ങേരുടെ കൂടെ പോയിരുന്നു കുടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമില്ലാതെ അങ്ങനെ വിളിക്കുവോ? അങ്ങനെ ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ DSP ആയാലും പ്രതിമ എന്റെ സ്വാധീനം ഉപയോഗിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഡോക്ടർ ഇല്ലേ? അയ്യോ, ഡോക്ടർ ഇല്ല. ഡോക്ടർ എമർജൻസി ഓപ്പറേഷന് പോയിരിക്കുക. വരുമ്പോ വിളിച്ചിരുന്നെന്ന് പറയാം. നീ കാണിച്ചത് തെറ്റാ, മോശമല്ലേ? അയാൾക്ക് ഇപ്പോഴായിരിക്കും നമ്മളെ കൊണ്ടൊരാവശ്യം. ചുമ്മാതിരിക്കുക അവിടെ. മോടെ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുക. തൽക്കാലം കോടതിയിൽ നിന്നൊരു വിധി വരുന്നവരെ അങ്ങോട്ടൊന്നും പോകണ്ട. രാമേന്ദ്രനാണോ? ഫ്രീ ആണോ? ഞാൻ ഒറ്റയ്ക്കിരിക്കുക. ഞാൻ മിസ്സസ് രാമേന്ദ്രനാ. പുള്ളിക്കാരും ഫ്രീയാ. പക്ഷെ ഞാൻ മനഃപൂർവ്വം അയക്കാത്ത. മലയ്ക്ക് പോവാൻ മാല ഇട്ടിരിക്കുക. അങ്ങോട്ട് വന്ന മനസ്സൊക്കെ തെറ്റിപ്പോവും. കേസിന്റെ എന്തെങ്കിലും വിവരമുണ്ടെ അറിയിക്കണം. വെക്കട്ടെ. എന്തേ ആരും വരുന്നില്ലല്ലേ? പണ്ട് വലിയ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അവരെ എങ്ങും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വേറെ എവിടെയോ ഏതോ ഒരാൾ നല്ലൊരു കുപ്പി പൊട്ടിച്ചിട്ടുണ്ട്. അതിന് ചുറ്റുമൊരുക്കുണ്ട്. ഞാൻ വേദനിപ്പിക്കാൻ ചോദിക്കുകയല്ല. ഇവര് പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? മുമ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഉണ്ടെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെയാണോ ഇതും? സെക്ഷൻസ് കേസ് നമ്പർ 1986 സെക്ഷൻ 56. നിങ്ങൾ 1986 ആണ്ട് ഒക്ടോബർ മാസം 11 തീയതി 10 മണിക്കും 12 മണിക്കും മധ്യേ നിങ്ങളുടെ അധീനതയിലുള്ള ഗസ്റ്റ് ഹൌസിൽ വെച്ച് നിങ്ങളുടെ കീഴ് ജീവനക്കാരിയായ കുമാരി വത്സലയെ അവളുടെ സമ്മതമില്ലാതെ മരണഭീതിക്ക് വിധേയയാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയും അതിനുശേഷം തെളിവ് നശിപ്പിക്കാനുള്ള ദുരുദ്ദേശത്തോടുകൂടിയും അവൾക്ക് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയും വിഷം കലർത്തിക്കൊടുത്ത് കൊലപ്പെടുത്തിയിട്ടുള്ളതായി പ്രോസിക്യൂഷൻ റെക്കോർഡുകൾ കൊണ്ട് പ്രഥമദൃഷ്ടിയിൽ കാണുന്നതിനാൽ നിങ്ങളുടെ പ്രവൃത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം 376, 302, 201 എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റമാകയാലും മേൽപ്പടി കുറ്റകൃത്യം ഈ കോടതിയുടെ അധികാരപരിധിയിൽപ്പെട്ടതിനാലും മേൽ വിവരിച്ച കുറ്റങ്ങൾക്ക് ഈ കോടതി നിങ്ങളെ വിചാരണ ചെയ്യുന്നു. ഇത്തിരി ചൊവ്വേ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം സുഖസൗകര്യങ്ങളോടെ കുടുംബമായി കഴിയുന്ന തന്നെ പോലുള്ളവരോട് നാട്ടുകാർ കുറച്ച് വിരോധം കാണും. അതവൻ മുതലാക്കി. ഇന്നല്ലെങ്കിൽ നാളെ ഈ കൊച്ചിന്റെ മരണത്തെപ്പറ്റി വീട്ടുകാർ കേസ് കൊടുത്താൽ അവൻ കുടുങ്ങും. അങ്ങനെ പ്രതിയാകുന്ന ഭേദം ആദ്യമേ വാദിയായിട്ട് അഭിനയിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവനും കരുതി. തന്നോട് വിരോധമുള്ള ആൾക്കാരുടെ സഹായം അവൻ നേടി. പത്തനംതിട്ട TV താൻ കണ്ടുമറന്ന ഷീല സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി തന്റെ മുമ്പിൽ അവതരിച്ചത് അങ്ങനെ. ജെയിംസേ, ഇതിന്ന് മാന്യമായിട്ടൊന്ന് പുറത്തിയാടാൻ എന്താ മാർഗം? ആരുടെ മുമ്പിൽ തോക്കുന്ന എനിക്കിഷ്ടമല്ല. തന്നെ തോൽക്കാൻ ഞാനോട്ട് അനുവദിക്കുകയില്ല. എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. തനിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു മോഹന്മാരും അല്ല. മിസ്റ്റർ PK നമ്പൂരി ഫ്രം മദ്രാസ് ഈസ് ദ ബെസ്റ്റ് ലോയർ ഇൻ സൗത്ത് ഇന്ത്യ. പട്ടാപ്പകല് കൊന്നിട്ട് കത്തിയായിട്ട് എന്നാലും കൊന്നില്ലെന്ന് അയാൾ തെളിയിക്കും. ഒരു പ്രശ്നമേ ഉള്ളൂ, കാശിന്റെ കാര്യത്തിൽ ഭയങ്കര ആർത്തിയാ.
അമ്മേ മൂകാംബി. ഹൗ ബ്യൂട്ടിഫുൾ. ഈ കടലും കരയും തമ്മിലുള്ള ആ ഒരു സമന്വയേ എന്താ അസലായിരിക്കണു. ബൈ ദ ബൈ, ഇത് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ് അല്ലേ? അതെ. ഇത്ര നല്ലൊരു ഗസ്റ്റ് ഹൗസ് കയ്യിലുണ്ടെന്ന് വെച്ചാൽ എത്ര നല്ലവനാണെങ്കിൽ കൂടിയും ലേശം വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിലുണ്ടാവുന്ന കരുതിക്കുള്ളൂ. ഞങ്ങൾക്ക് പല ഗസ്റ്റുകളും വരാറുണ്ട്. അതെ അതെ വരാറുണ്ട്. ഞാൻ പറയാൻ എന്താ വെച്ചാൽ ഈ എക്സ്ക്യൂസ് മീ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ആ എന്റെ പെട്ടി അതൊക്കെ എടുത്തു വെച്ചോ. നിങ്ങൾ എനിക്ക് എഴുതിയിരുന്ന എല്ലാ വിവരങ്ങളും എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുക. വൈദ്യരോടും വക്കീലിനോടും കളവ് പറയാൻ പാടില്ലെന്ന. ഈ കേസ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് എല്ലാം നിങ്ങൾ എനിക്ക് തരണം. അപ്പോ നിങ്ങൾ ആരാണോ ഈ കൃത്യം സാധിച്ചിട്ടുള്ളത്? അല്ല, അത് ഞങ്ങൾ രണ്ടുപേരും അല്ല. ഓ, അങ്ങനെയാണോ? അപ്പോഴേ വേറൊരാളൂടി ഉണ്ടല്ലോ ഇതിൽ ഹീറോ. അതാരാണെന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഈ പെൺകുട്ടിയും ആ മുസ്ലിം ചെക്കനുമായിട്ട് ലേശം ലോഹ്യത്തിലായിരുന്നു അല്ലേ? അതെ അതെ. ആ വിവരം ഇവിടെ ഇദ്ദേഹത്തിന് അറിയോ? അറിയാം. ആ നിലയ്ക്ക് ആ പെൺകുട്ടിയോട് മാനസികമായി ലേശം വിദ്വേഷം ഉണ്ടാവണമല്ലോ. എല്ലാം നമുക്ക് വിശദമായി സംസാരിക്കാം. എന്നാ ഞങ്ങളിപ്പോ ഇറങ്ങട്ടെ. ഓ, അല്ല, ഈ രാത്രി തിരുമേനിക്ക് പിന്നെ ഒരു സ്പെഷ്യൽ ഡിന്നർ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അസലായി. അപ്പൊ ഞാനും ഒന്നങ്ങോട്ട് കുളിക്കാം. ഓ, ആയിക്കോട്ടെ. ഓക്കെ. അമ്മേ മൂകാംബികേ. ഇതാണോ വേഷം? എനിക്ക് വസ്ത്രങ്ങളോട് പൊതുവെ ലേശം വിരോധ. എന്താ ഇത്? വെണ്ടയ്ക്ക കൊണ്ടാട്ടം. ഓ, ഇതോ? അത് പാവയ്ക്ക കിച്ചടി. അത് ശരി. എന്താണാവോ ഈ കറുത്തിരുന്നിട്ടുള്ളൊരു സാധനം? തിരുമേനിക്ക് വേണ്ടി പിണ്ടി കൊണ്ടുണ്ടാക്കിയ വാഴപ്പിണ്ടി. ഓ, പച്ചക്കറി അല്ലാണ്ട് വേറൊന്നും ഇല്ലേ? ഒന്ന് കടിച്ചൊന്നങ്ങടെ അമർത്തി ചവയ്ക്കാൻ. എനിക്ക് കോഴിയാട് അങ്ങനെയുള്ളൊരു നിർബന്ധമില്ല. മൂരി അസലായിരിക്കും. അല്ല, അത് ഈ നമ്പൂരി ആയോണ്ട്. അതിപ്പോ എന്റെ തെറ്റല്ലല്ലോ. നീ ആ കൽപ്പക പോയിട്ട് പിന്നെ ബീഫ് ബീഫ് വാങ്ങിച്ചോട്ട് വാ. ഇവിടത്തേക്കത് പറഞ്ഞാൽ മതി. തിരുമേനിക്ക് അത് പറയരുത്. ക്രാവ് നോക്കി വാങ്ങണേ. ഇളയിറച്ചി. കാള വരണം അല്ലേ? ലേശം വൈകുമല്ലോ. അതിനുള്ളിൽ നമുക്കൊന്നങ്ങടെ വിശന്ന് കിട്ടാൻ എന്താ ഒരു മാർഗം? എനിക്കൊരു ഗുണമുള്ളത് എന്താച്ചാൽ ഈ വിസ്കി ബ്രാൻഡി അങ്ങനെ ഒരു നിർബന്ധവും ശാഠ്യവും ഒന്നുമില്ല. അല്ല, തിരുമേനി ആയോണ്ട്. മേലാൽ എന്റെ ജാതിയുടെ പേര് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം എനിക്ക് നിർബന്ധ, പൂണൂട് ധരിച്ചും കൊണ്ട് ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാറില്ല. ഇതാ ഊരിയിരിക്കണം. അല്ല, അങ്ങനെയാണെങ്കിൽ സാധനം ഇരിപ്പുണ്ട്. ഞാൻ എടുത്തോണ്ട് കഴിക്കില്ല. മുമ്പ് കഴിക്കുമായിരുന്നു, ഇപ്പൊ കഴിക്കാറില്ല. ചില ശുംഭന്മാരുണ്ട്, കുടിക്കില്ല, വലിക്കില്ല, ഒന്നും അങ്ങോട്ട് ചെയ്യില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം. ദുഷ്ടന്മാരായിരിക്കും. ഇത് ലേശം കഴിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിക്കൊള്ളൂ. മനസ്സുകൊണ്ട് അവർ നല്ലവരായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ. വിഷമിക്കേണ്ട സാധനം ഇനിയുണ്ട്. Cheers. Cheers. Oh, cheers. ഒരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവരുത്. ഈ കേസിനെ സംബന്ധിച്ച് നാം തമ്മിൽ ഫീസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ.
ലേശം ഒന്നങ്ങോട്ട് കൂട്ടേണ്ടി വരും. കാരണം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അതിന് മറപിടിച്ചാൽ മതി. ഇതിപ്പോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്ഥാപിക്കുകയും വേണം, കുറ്റം വേറൊരുത്തന്റെ പടലിക്കൂട്ടി കയറ്റുകയും വേണം. മെനക്കെട്ട പണിയാ. അല്ല, കാശൊരു പ്രശ്നമാക്കണ്ട, എത്ര വേണമെങ്കിലും തരാം. അതിവിടെ പറയണമല്ലോ. ഇക്കാര്യത്തില് മതി, ഇവിടെ പറഞ്ഞാ മതി. ഓ, ഒരു നിമിഷം. ഇതായി, ഇതുമായി. ഇനി എന്നെ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് കിടത്താനാണോ ശ്രമം? ഞാൻ വേണേ കൂട്ടിക്കിടക്കാം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അറിയാമല്ലോ, നമ്പൂരിമാരാവുമ്പോ ലേശം ശൃംഗാരം ജാസ്തി ഉണ്ടാവും. ഉറങ്ങാനൊരു തുണ. അത് വിഷമിച്ചിട്ട് കാര്യമില്ല. മദ്രാസിൽ നിന്ന് 3 കേസ് കളഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ എനിക്ക് കിട്ടേണ്ട സൗകര്യങ്ങളെല്ലാം കിട്ടണം. അല്ല, അതെനിക്കറിയാം. ബിസിനസ് ആകുമ്പോ തിരുമേനിയുടെ താല്പര്യം എന്താന്ന് വെച്ചാ, നേരം എനിക്ക് മുഖ്യ, വെളുത്തിരിക്കണം. പാടണം എന്നുള്ള നിർബന്ധമില്ല, പക്ഷെ പാട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ നന്ന. നൃത്തം വശം വേണമെന്നില്ല, പക്ഷെ പാട്ടിനൊത്ത് ചൂട് വെക്കാൻ സാധിച്ചാൽ വിശേഷായി. വേളി കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ എനിക്ക് പറയുന്നത്. ഇതിൽ നിങ്ങൾ സ്കോർ ചെയ്തു കേട്ടോ. നിങ്ങൾ ആളൊരു രഹസ്യം തന്നെയാ. അല്ല, ലേശം ബാക്കി ഉണ്ടാവില്ലേ അല്പം? എല്ലാം ഞാൻ ഏർപ്പാടാക്കാൻ തിരുവനി വന്നേ. വാ. എന്നിട്ട് കേക്കട്ടെ പറഞ്ഞേ. ഞാൻ ചെന്ന ഉടനെ എന്നോട് പാടാൻ അറിയാമോന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പാടാന്ന് പറഞ്ഞു. എന്നിട്ടൊരു പാട്ടങ്ങ് പാടി. പിന്നെ ഒരു മുണ്ടി നീരി എടുത്ത് എന്നിട്ട് ഉടുത്തോണ്ട് വരാൻ പറഞ്ഞു. പറഞ്ഞു. പിന്നെ ഡാൻസ് അറിയാമോന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നെ കുറെ പോസുകൾ കാണിച്ചു തന്നിട്ട് അതുപോലെ നിക്കാൻ പറഞ്ഞു. എന്നിട്ട് ക്യാമറ എടുത്തോണ്ടെന്ന് കുറെ പടം എടുത്തു. എന്നിട്ട് കിടന്ന് ഉറങ്ങി. എന്തൊരു കൂർക്കം വലിയ. ഈ ഇവരെ നേരത്തെ അറിയാൻ വെറുതെ കാശ് തരത്തില്ലായിരുന്നല്ലോ. യുവർ ഓണർ, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടി നട്ടം തിരിഞ്ഞ് സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി ജോലി അന്വേഷിച്ചു വന്ന ഒരു പെൺകുട്ടിയുടെ അനാഥത്വത്തെ മുതലെടുത്തുകൊണ്ട് സ്വന്തം അധികാര പരിധിയിൽപ്പെട്ട ഗസ്റ്റ് ഹൌസിൽ വെച്ച് നിർദാരുണം ബലാത്സംഗം ചെയ്ത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. ബലാത്സംഗം എന്നുള്ള ആ പ്രയോഗം ഒന്ന് പിൻവലിക്കണം. അവർക്ക് അവരുടെ ആശയം വ്യക്തമാക്കാൻ ചില വാക്കുകളെ ആശ്രയിച്ചല്ലേ പറ്റൂ. യുവർ ഓണർ, അത് കേസിന്റെ സത്യസന്ധമായിട്ടുള്ള പുരോഗമനത്തിന് ബുദ്ധിമുട്ടാവും. എന്താ വെച്ചാൽ 2 പേർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് മാത്രമേ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിട്ടുള്ളൂ. അത് ഒരാളിന്റെ മാത്രം ആവേശമായിരുന്നോ അല്ല 2 പേരുടെയും മൗനസമ്മതം ഉണ്ടായിരുന്നോ എന്നൊന്നും സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഒബ്ജക്ഷൻ. മൃതദേഹത്തിൽ കണ്ട മുറിവുകളും ചതവുകളും ഒരു സാധാരണ ലൈംഗിക ബന്ധത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ബന്ധപ്പെടുന്ന സമയത്ത് പങ്കെടുക്കുന്നവർ കാണിക്കുന്ന ചേഷ്ടകൾ ഇന്നതാണെന്ന് വ്യക്തമായി പറയുക ബുദ്ധിമുട്ടാ. തന്നെയുമല്ല, ഒരു കുറ്റകൃത്യത്തിന്റെ ഇന്റൻഷൻ അഥവാ ഉദ്ദേശം എന്നും പറയുന്നതിന് ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. യു മേ പ്രൊസീഡ്. അതായത്, ദേഷ്യത്തിൽ ഞാൻ വീട്ടിലെ വേലക്കാരി പെണ്ണെ ഒന്ന് തല്ലാൻ ശ്രമിക്കുകയും ബുദ്ധിമതിയായ അവൾ ഒഴിഞ്ഞു മാറുകയും നിർഭാഗ്യവാനായ എന്റെ കൈയവിടെ മാറത്തൊന്ന് പതിയുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ അവളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ബുദ്ധിരഹിതമാണ് ഈ പ്രോസിക്യൂഷൻ വാദം. ഓർഡർ, ഓർഡർ. 2 പേർ തമ്മിൽ ബന്ധപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ആ ബന്ധപ്പെടലിന്റെ സ്വഭാവം പൂർണ്ണമായും മനസ്സിലാക്കാണ്ട് അതിനെ ബലാത്സംഗം എന്ന് വിളിച്ച് ഇത് വെറുമൊരു ബലാത്സംഗമാക്കി മാറ്റരുത് എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. ഏതായാലും മിസ്റ്റർ നമ്പൂതിരി പറഞ്ഞ പോലെ കട്ടതാണോ കൊടുത്തതാണോ എന്നറിയാതെ പ്രതിയെ കള്ളന് വിളിക്കണ്ട. പകുതിക്ക് എന്റെ തോന്നൽ എന്താച്ചാ, ഞാൻ കൂടി അങ്ങോട്ട് മാറുകയല്ലേ ബുദ്ധി ആ ഹോട്ടലിലേക്ക്? അതെ. അത് വേണോ? ഈ കേസിന്റെ ഒരു പുരോഗതിക്ക് അത് പിന്നെ തിരുവേനിക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തോളൂ. ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്തോളൂ.